ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. പൂർണ്ണമായ റിപ്പോർട്ടും ആധാരമാക്കിയ തെളിവുകളും വിളിച്ചു വരുത്തണമെന്നും ആവശ്യം. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിന്റെ ഒരു പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇതൊരു കോഗ്നിസബിൾ ഒഫൻസ് ആണ് നടന്നിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് പോലീസിന് സ്വമേധയാ കേസെടുക്കാം. എന്നാൽ നമ്മുടെ സിനിമാ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ പറയുന്നത് പരാതി ലഭിച്ചെങ്കിൽ മാത്രമേ കേസെടുക്കാൻ സാധിക്കൂ എന്നാണ്. ഇപ്പോൾ ഇതാ പൊതുതാൽപര്യ ഹർജിയുമായി ഹൈക്കോടതിയിൽ സമീപിച്ചിരിക്കുകയാണ്. എന്തെല്ലാമാണ് ഈ ഹർജിയിലുള്ളത്? അനുപ്രിയ, ക്രിമിനൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഒരു പൊതു താൽപര്യ ഹർജിയുമായി തിരുവനന്തപുരം സ്വദേശിയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്നാണ് ആവശ്യം. തിരുവനന്തപുരം സ്വദേശി പായിച്ചിറ നവാസാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. റിപ്പോർട്ട് വിളിച്ചു വരുത്തണമെന്നും അതോടൊപ്പം തന്നെ അന്വേഷണത്തിന് DGPക്ക് നിർദ്ദേശം നൽകണമെന്നുമാണ് ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം തന്നെ സ്ത്രീകളെ ലൈംഗിക ചൂഷണം നേരിട്ടതായി റിപ്പോർട്ടിലുണ്ടെന്ന് ഹർജിക്കാരൻ പറയുന്നു. അതോടൊപ്പം തന്നെ ബലാത്സംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലിംഗവിവേചനം, അവസരങ്ങൾക്ക് വേണ്ടി ലൈംഗികമായി ഉപയോഗിക്കൽ തുടങ്ങിയവ നടന്നിട്ടുണ്ടെന്നും ഹർജിക്കാരൻ ആരോപിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഈ ഹർജികളെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ ഹർജിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന ഒരു കാര്യമാണ്. ശരിക്കും റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ വളരെ വലിയ പ്രധാനപ്പെട്ടതാണെന്നാണ് ഹർജിക്കാരൻ പറയുന്നത്. ഇതിൽ ഈ സ്ത്രീകളെ ലൈംഗിക ചൂഷണം നേരിട്ടതായി റിപ്പോർട്ടിലുണ്ടെന്ന് ഹർജിക്കാരൻ ആരോപിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഹർജി അടിയന്തരമായി തന്നെ പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. പൊതു താൽപര്യ ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കുമെന്നാണ് ലഭ്യമാവുന്ന വിവരം. നേരത്തെ യൂത്ത് കോൺഗ്രസ് ഈ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ നിയമവശം പരിശോധിക്കാനായി DGP ADGPക്ക് കൈമാറിയിരുന്നു. ആ രീതിയിൽ നടപടികളെല്ലാം തന്നെ നടക്കുന്നു. അതിനിടയിലാണ് ഒരു ഹർജിയുമായി ഇപ്പോൾ തിരുവനന്തപുരം സ്വദേശി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, ഇതിൽ പരാതി ഉണ്ടെങ്കിൽ നടപടിയെടുക്കാം എന്നൊരു നിലപാടായിരുന്നു പ്രധാനമായും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. എന്തായാലും ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണങ്ങളെല്ലാം തന്നെ ഉണ്ടാവുന്ന ഒരു ഘട്ടത്തിൽ തന്നെ ഒരു പൊതു താൽപര്യ ഹർജിയുമായി ഒരാൾ രംഗത്ത് വന്നിരിക്കുന്നു. എന്തായാലും ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി വന്നിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തായാലും ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഹർജി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഹർജി എന്തായാലും നാളെ ഹൈക്കോടതി പരിഗണിക്കും. അനുപ്രിയ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ട ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി വന്നിരിക്കുകയാണ്. പൂർണ്ണമായ റിപ്പോർട്ടും ആധാരമാക്കിയ തെളിവുകളും വിളിച്ചു വരുത്തണമെന്നാണ് ഹർജിയിലെ ആവശ്യം. വിശദാംശങ്ങളാണ് KC ഉണ്ണികൃഷ്ണൻ നൽകിയത്.